വീഡിയോ എഡിറ്റിങ്ങിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻഷോട്ടാണ്. ഓൾറെഡി ഇൻഷോട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഞാൻ ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യാം. അതായത് നമ്മൾ ഇൻഷോട്ട് എന്നുള്ള വാട്ടർമാർക്ക് റിമൂവ് ചെയ്തിട്ട് എങ്ങനെയാണ് വീഡിയോ സേവ് ചെയ്യുക. അതിനായി നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഫ്രീ റിമൂവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഫ്രീ റിമൂവ് ക്ലിക്ക് ചെയ്താൽ നമ്മളൊരു 1 മിനിറ്റ് ഇവിടെ വരുന്ന അഡ്വർടൈസ്മെൻറ്റ് വാച്ച് ചെയ്യണം. ആ 1 മിനിറ്റ് അഡ്വർടൈസ്മെൻറ്റ് വാച്ച് ചെയ്താൽ നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഇൻഷോട്ടിൻ്റെ വാട്ടർമാർക്ക് ഇല്ലാതെ തന്നെ സേവ് ചെയ്യാൻ പറ്റും. സേവ് ചെയ്യാൻ നമ്മൾ എക്സ്പോർട്ട് എന്ന ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പം അതിൻ്റെ റെസൊല്യൂഷൻ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. മിനിമം 720 പിക്സൽസ് മതി ഫേസ്ബുക്കിന്. മോർ ദാൻ 720 പിക്സൽസ് ആണെങ്കിൽ കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവും, നല്ല വീഡിയോസ് ആയിരിക്കും. ഞാനൊരു 720 അല്ലെങ്കിൽ 1080 പിക്സൽസ് വെച്ചിട്ടാണ് എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യാറുള്ളത്. അതുപോലെ നമുക്ക് നമ്മുടെ ക്യാൻവാസിൻ്റെ സൈസും സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ പ്രത്യേകമായിട്ട് എന്നോട് ചോദിച്ചൊരു കാര്യം, ഞാനൊരു പോയിൻറ്റിനെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ടൂൾ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റിക്കറാണ്. സ്റ്റിക്കറിൽ തന്നെ നമുക്ക് പല സ്റ്റിക്കേഴ്സ് കാണാം. അതിൽ ജിഫ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ജിഫിൻ്റെ തൊട്ടടുത്തായി സ്റ്റിക്കർ എന്നുള്ളത് കാണാം. ആ സ്റ്റിക്കറിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ആരോ എന്നുള്ള ഓപ്ഷനിലാണ് ഞാൻ ചൂസ് ചെയ്ത് ആ ടൂള് കിടക്കുന്നത്. അതായത് ആ ഒരു സ്റ്റിക്കർ കിടക്കുന്നത് ആരോ എന്നുള്ള ഓപ്ഷനിലാണ്. ഇതിൽ സബ്സ്ക്രൈബ് ബട്ടണും അതുപോലെ എല്ലാ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഇൻഷോട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ആരോയിൽ ഞാൻ താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ആ ഒരു കറക്റ്റ് പോയിൻ്റ് നമുക്ക് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല ടൈപ്പ് ആരോസ് ഉണ്ട്. ഇതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. താങ്ക്